മിന്നുന്ന ഫ്ലാഷ് ലൈറ്റുകൾക്ക് മുന്നിൽ കള്ളവാറ്റ് കേന്ദ്രങ്ങളിലും കഞ്ചാവ് തോട്ടങ്ങളിലും കാക്കിക്കുപ്പായമിട്ട് വേഷം കെട്ടി റെയ്ഡിന് നേതൃത്വം കൊടുത്ത് ചീപ്പ് പോപ്പുലാരിറ്റി നേടാൻ ശ്രമിക്കുന്ന ഒരു തറ മന്ത്രിയായിരിക്കില്ല ഈ CK രാധാകൃഷ്ണൻ. അപ്പോ അവർക്കെതിരെയുള്ള അങ്ങയുടെ പോളിസി കർശനമായിരിക്കില്ല എന്നാണോ? വളരെ കർശനമായിരിക്കും, എല്ലാ തലങ്ങളിലും. സംസ്ഥാനത്തുണ്ടായ മദ്യ ദുരന്തത്തിന്റെ അനന്തര നടപടി എന്താണ്? ദുരന്തമുണ്ടായി എന്നത് അത്യന്തം ഖേദകരമാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചിട്ടുണ്ടല്ലോ. കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ. കുറ്റക്കാരാരായാലും ശിക്ഷിക്കപ്പെടും. MLA അല്ലാത്ത സാറിനെ തന്നെ മന്ത്രിയാക്കിയതിന്റെ പിന്നിൽ പ്രത്യേക ഉദ്ദേശം വല്ലതുണ്ടോ? കാശുണ്ടാക്കാൻ മിടുക്കനായ ഒരാൾ വേണം. എനിക്കല്ല, ഖജനാവിലേക്ക്. സർക്കാരിന് ഏറ്റവും വരുമാനമുള്ള വകുപ്പല്ലേ, വകതിരിവുള്ള ഒരാൾ വേണമെന്ന് തോന്നിക്കാണും പാർട്ടിക്ക്. ഏത് മണ്ഡലത്തിൽ നിന്നായിരിക്കും സാർ മത്സരിക്കുക? എക്സ്ക്യൂസ് മീ, യുവർ ഗുഡ് നെയിം പ്ലീസ്? കവിത മേനോൻ, ഡൽഹി ടൈംസ്. വെൽ മിസ് കവിത മേനോൻ, അത് ഞാനല്ലല്ലോ, പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. ഓക്കെ, വി വിൽ മീറ്റ് അഗൈൻ. ഡിസ്റ്റിലറിയെ പറ്റി നിങ്ങൾ വരയേണ്ട നാടാരെ. ഈ CK മന്ത്രിയായിരുന്നാൽ മീനാക്ഷിപുരത്ത് 1 അല്ല 9 ഡിസ്റ്റിലറി അനുവദിക്കും. പക്ഷേ പ്രശ്നം അതല്ല. 6 മാസത്തിനകം ജയിച്ച MLA ആവണ്ടേ ഞാൻ. അതിനെ പറ്റി ഒരു മണ്ഡലം ഏതാണുള്ളത്? ഷൊർണൂരിലെ കലാമണ്ഡലം ഇരിക്കേ ഇല്ലയാ തലവരെ. வாய மூடுறா. அதை பத்தி நீ ஒன்னும் கவலைப்படாத. நீ ஜெயிக்கக்கூடிய கான்ஸ்டிட்யூன்ஸை நாடார் கொடுக்கறேன். ഏതാണെന്ന് പറ നാടാരെ. ഇലക്ഷൻ വരുമ്പോ മുന്നണികൾ പോലും ഷുവർ സീറ്റിന് വേണ്ടി കയ്യും കാലോട്ട് അടിക്കുക. ഒറ്റയ്ക്ക് നിന്നാൽ കേരളത്തിലെ 140 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഓരോന്നിലും ചുരുങ്ങിയത് 10,000 വോട്ടെങ്കിലും പിടിക്കാൻ പറ്റിയ ഏത് പാർട്ടിയാ ഇവിടെ ഉള്ളത്? സ്വന്തം സീറ്റ് സ്വന്തം നിലയിൽ നിലനിർത്താമെന്ന് ചങ്കി കൈവച്ചുകൊണ്ട് പറയാൻ പറ്റിയ ഏത് നേതാവാ ഇവിടെ ഉള്ളത്? പ്രതിപക്ഷ നേതാവിന് പറ്റുമോ? എന്തിനു നമ്മളെ CM-ന് പറ്റുമോ? ഈ ഐക്യമുന്നണി എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള വെറും ഒരു പെരട്ടായ നാടാരെ. അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുകച്ചില്. பயப்படாத அமைச்சரே, உட்காரு. உனக்கு மீனாட்சிபுரம் போதுமா? மீனாட்சிபுரமா? அப்ப நீ ரிசைன் பண்றா, அவன் ரிசைன் பண்ணிடுவான். மீனாட்சிபுரம் எலெக்ஷன் ஒரு பிரச்சனையே இல்ல. நான் சொன்னதுக்கு அப்புறம் மீனாட்சிபுரத்துல ஒரு இலை கூட அசையாது. நீங்க வெறும் நாமினேஷன் மட்டும் சைன் பண்ணுங்க. பாக்கி விஷயத்துல நான் பாத்துக்கிறேன். ரோட்ல போற இவன மாதிரி கழுதையெல்லாம் MLA ஆக்கி இருக்கிறேன். உங்க விஷயம் எனக்கு ரொம்ப ஈஸி. நான் சொன்னது கரெக்ட் தானே நடராஜா? நடராஜா, நடராஜா, ரீத் வைக்கிற மாதிரி பண்ணாதடா.